ബിഎസ്എഫിൽ സ്ഥിരനിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. വനിതകൾക്കും പുരുഷന്മാർക്കും തന്നെ ഒരുപോലെ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് അവസരങ്ങൾ മുന്നോട്ടേക്ക് വരാനുണ്ടെന്ന്. അതിൽപ്പെട്ടിട്ടുള്ള ഒന്നിൻ്റെ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഫുള്ളായിട്ട് നോക്കാൻ പോകുന്നത്, മുഴുവൻ വിവരങ്ങളും നോക്കാൻ പോകുന്നത്. അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് ജനറൽ OBC EWSലൊക്കെ പെടുന്ന പുരുഷന്മാർക്ക് 100 രൂപ ഫീസ് ഉണ്ടാവുന്നതായിരിക്കും. ബാക്കി ആരും തന്നെ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. SC ST അതുപോലെ ഫീമെയിൽ ഇവർക്കൊന്നും ഫീസ് ഇല്ല. എനിവേ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാം. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. BSFൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ക്ഷണിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. യോഗ്യരായിട്ടുള്ള പുരുഷന്മാർക്കും വനിതകൾക്കും ഒരുപോലെ തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗ്രൂപ്പ് B പോസ്റ്റുമുണ്ട്, ഗ്രൂപ്പ് C പോസ്റ്റുമുണ്ട്. ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. കംപ്ലീറ്റ് വിവരങ്ങൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ പറയുന്നുണ്ട്. പരമാവധി നിങ്ങൾ ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ SI അത് ഗ്രൂപ്പ് B പോസ്റ്റാണ്. വെഹിക്കിൾ മെക്കാനിക് തസ്തികയാണ്. ജനറലിന് 2, OBCക്ക് 1 എന്നിങ്ങനെയാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ശമ്പള സ്കെയിലും കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നതാണ്. ഗ്രൂപ്പ് C പോസ്റ്റായിട്ട് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിൾ ആണ്. കോൺസ്റ്റബിളിൽ OT RP ഉണ്ട്, അതുപോലെ തന്നെ SKT ഉണ്ട്, പിന്നെ ഫിറ്റർ ഉണ്ട്, കാർപ്പൻ്റർ ഉണ്ട്, ഓട്ടോ ഇലക്ട്രിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ വെഹിക്കിൾ മെക്കാനിക്ക്, പിന്നെ BSTS ഉണ്ട്, അതുപോലെ തന്നെ അപ്ഹോൾസ്റ്റർ ഉണ്ട്. ഇത്രയധികം പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയിലേക്കും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി വിവരങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടോട്ടലി 34ഓളം ഒഴിവുകളാണ് കോൺസ്റ്റബിളിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ശമ്പള സ്കെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാനും സാധിക്കുന്നതാണ്. 69,100 രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഇതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. SI വെഹിക്കിൾ മെക്കാനിക് ഗ്രൂപ്പ് B പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് 3 ഇയർ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിൽ, അതായത് ഒരു റെക്കഗ്നൈസ്ഡ് അംഗീകാരമുള്ള ഒരു യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ നിന്ന്, ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്കുണ്ടായാൽ മതി എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കോൺസ്റ്റബിളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് കോൺസ്റ്റബിൾ ടെക്നിക്കൽ പോസ്റ്റ് ആണ്. ഗ്രൂപ്പ് C പോസ്റ്റ് ആണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10ഓ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. മെട്രിക്കുലേഷൻ ഓർ 10th പാസ്സാണ് പറഞ്ഞിട്ടുള്ളത്. 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ഇൻ റെസ്പെക്റ്റീവ് ട്രേഡ്, നമ്മൾ കുറേ ട്രേഡ് തുടക്കത്തിൽ പറഞ്ഞു. ആ ട്രേഡിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ 3 ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് അതില്ലാത്ത പക്ഷം, നിങ്ങൾക്ക് ITI ഇല്ലെങ്കിൽ 3 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ട്രേഡിലുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. 10ൻ്റെ കൂടെ ഒന്നിക്ക് ട്രേഡ് വേണം, അല്ലെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഏതൊക്കെയാണ് ട്രേഡ് എന്ന് തുടക്കത്തിൽ നമ്മളിവിടെ പറഞ്ഞു. ഇതൊക്കെയാണ് ട്രേഡ്, ഇവിടെ കാണിച്ചതാണ് ട്രേഡ്. അപ്ഹോൾസ്റ്റർ ഉണ്ട്, അതുപോലെ ഫിറ്റർ, കാർപ്പൻ്റർ, പിന്നെ അങ്ങനെ ഒരു ട്രേഡ് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ പഠിച്ച ട്രേഡ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്നതായിരിക്കും. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിച്ച ട്രേഡ് ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾക്ക് ഇത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. SIക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 30 വയസ്സ് വരെയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ കോൺസ്റ്റബിളിന് അപേക്ഷിക്കാനായിട്ട് 18 to 25 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിന് ഏജിൽ റിലാക്സേഷൻ ഉണ്ട്. SC STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിൽ ഇളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് 165 സെൻറ്റിമീറ്റർ ഉയരം വേണം. ഫീമെയിൽസിന് 157 സെൻറ്റിമീറ്റർ ഉയരം വേണം. ചെസ്റ്റ് 75 സെൻറ്റിമീറ്റർ അൺഎക്സ്പാൻഡ് ആയിട്ട് വേണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ആക്കി, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ആക്കുമ്പോൾ 80 സെൻറ്റിമീറ്റർ ഹൈറ്റ് ചെസ്റ്റിൻ്റെ ഇത് ആവശ്യമാണ്. ചെസ്റ്റ് എക്സ്പാൻഷനോടുകൂടി 80 ആക്കാൻ സാധിച്ചിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓരോരോ സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളും എങ്ങനെയാണ് പോകുന്നതെന്ന്. ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് എക്സാം ആണ് വരുന്നത്. ഇത് SIൻ്റെ ഡീറ്റെയിൽസ് ആണ് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, അതുപോലെ തന്നെ ടെക്നിക്കൽ സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇവിടെ ടെക്നിക്കൽ സബ്ജക്റ്റിനാണ് 60 ക്വസ്റ്റ്യന് 60 മാർക്ക് വെച്ച് നൽകുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സിലബസ് വ്യക്തമായിട്ട് തന്നെ 7ാമത്തെ പേജ് മുതൽ SIൻ്റെ സിലബസ് എവിടെ നിന്നൊക്കെ ചോദിക്കുമെന്നുള്ള കാര്യങ്ങൾ 7-8 പേജുകളിലായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ 9ാമത്തെ പേജിലും അത് തന്നെയാണ്. 10ാമത്തെ പേജിലും അതിൻ്റെ സിലബസ് ആണ് വിശദമായിട്ട് പറയുന്നത്. പിന്നെ കോൺസ്റ്റബിൾ പോസ്റ്റിൻ്റെ സിലബസ് ആണ് 11ാമത്തെ പേജിലായിട്ട് പറയുന്നത്. അവിടെ ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, പിന്നെ ജനറൽ സയൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ വിഷയങ്ങളായിട്ട് വരുന്നത്, അതായത് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് ലഭിക്കുന്ന മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. തൊട്ടടിയിൽ തന്നെ അതിൻ്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലായിട്ടും മെൻഷൻ ചെയ്തിട്ടുള്ളത്.
പിന്നെ ഈ ഒരു ആദ്യ ഘട്ടം പാസ്സാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആയിരിക്കും. ഒരു ഘട്ടം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ആദ്യ ഘട്ടം SIക്കും അതുപോലെ കോൺസ്റ്റബിളിനും പരീക്ഷയാണ് ഉണ്ടാവുക. പരീക്ഷ കഴിഞ്ഞിട്ട് ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഉണ്ടാവുക. ഫിസിക്കൽ ടെസ്റ്റിൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ളത് പുരുഷന്മാർക്ക് 3.2 കിലോമീറ്റർ ഓട്ടം 17 മിനിറ്റിലും വനിതകൾക്ക് 1.6 കിലോമീറ്റർ ഓട്ടം 9 മിനിറ്റിലുമാണ് ഓടി തീർത്തേണ്ടതായിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ, ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഒക്കെ ഇട്ട് നിങ്ങളുടെ ജോലിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. BSFന്റെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 19/5/2024 അതായത് ഇന്ന് അപേക്ഷ തുടങ്ങിയതേ ഉള്ളൂ. കൃത്യസമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഏകദേശം 1 മണി AM രാവിലെ 1 മണി AM കൂടിയിട്ട് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുന്നത് 17/6/2024 ഏകദേശം 12 മണി അടുപ്പിച്ചിട്ടാണ്. 17/6/2024 മുൻപായിട്ട് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിന്റെ റിക്രൂട്ട്മെന്റ് സെന്റേഴ്സ് എവിടെയാണുള്ളത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ അടുത്തായിട്ട് പറയാനുള്ളത് ബാംഗ്ലൂരിലാണ് നമുക്ക് അടുത്തായിട്ടൊരു എക്സാം സെന്റർ ഉള്ളത്. അല്ലാതെ കേരളത്തിൽ നമുക്ക് എക്സാം സെന്റേഴ്സ് ഇല്ല. കർണാടകത്തിലാണ്, ബാംഗ്ലൂരാണ് നമുക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിട്ടുള്ളതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പം മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു അവസരം തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഒരുപാട് അവസരങ്ങളാണ് ഇങ്ങനെ മുന്നോട്ടേക്ക് വരാനുള്ളത്. നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുൻപോട്ട് വരാനുണ്ട്. അത് കൃത്യമായിട്ട് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓളിലാണെന്ന് ഉറപ്പുവരുത്തുക.